ആലമാകെ അമൈത അഹദിൻ പേരിനാൽ ബിസ്മില്ലാ ആദി റബ്ബിന്നേറെ ഹുബ്ബാൽ ചേർത്ത് ഹംദല്ലില്ലാ അഹദിയത്തകമൗവൽ പൂത്ത നൂറിൻ സ്വലാത്തുല്ലാ അഹ്മദൻ നബി പൊരുളിലായി ചൊല്ലി സ്വലാമും അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അമരമാം ഉലകിൽ പതിയിൽ വെന്ത് നൂറായി തന്നെ അളമാം താനത്തിലെങ്കി ആദരിത്ത പൊന്നെ അഷ്റഫുർ മുസമ്മിൽ ത്വാഹ തിങ്കൾ ജാഹിനാലേ അഹദവായൻ തേട്ടമിൽ ഖബൂൽ ഇജാബ വേണേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ആദരർ റസൂൽ അംബിയാക്കൾ സർവര തുണയാൽ ആഖിറം ജയിക്കുവാൻ എന്നിൽ കനി പൂരാനേ ആദിയിൽ ഓതിത്തൊളിയാം അഹ്മദുൻ നൂറോരേ ഏറ്റം മുഹിബ്ബാക്കളാൽ അസ്ഹാബ് തുണയാലേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദീനൊളി ഉദിത്ത് നിൽക്കാൻ ഇത്തരം ത്യജിച്ചേ ധീരരാം ശുഹദായരെ തുണയാൽ കനിഞ്ഞിടേണേ പുത്തുബുകൾ വലി മുറബി യാക്കളെ മദദാലേ മെയ്തവസ്സുൽ സ്വീകരിത്ത് എന്നിൽ കനിയേണേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഖൽബകം വെളിച്ചമേകി സ്വസ്ഥമായി ഭാവിക്കാൻ നൂറ് വിലായത്ത് നൽകി യോരിനാൽ തുണയ്ക്ക് ആശകൾ കറ്റം അതില്ല കോലമീ ദുനിയാവ് ക്ലേശമില്ല ഐഷ് മാത്രമാണ് എൻ മുറാദ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഒഴിയണം എന്നെ ഭരിക്കും ചിന്ത ശൈത്വാനിയ നിറയണം എന്നിൽ ശരിക്കും വെണ്മ ഇഹ്സാനിയ മാറണം ഖൽബിൻ്റെ രോഗം മേനി തന്ദീനങ്ങൾ ആഫിയത്താരോഗ്യമേറ്റി താരഹീമേ എന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് പേടിയാം കടങ്ങളിൽ നിൻ മുക്തി താരഹീമേ സൂഇനാൽ പേരുത്തതാൽ നീ ദില്ലതിൽ ചേർക്കല്ലേ വേദന പേരുത്ത രോഗം കാക്കണം ബാരീറേ
കാതലാം ഈമാനെ പോക്കും ഹാല് കാത്തിടേണേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇണതുണകളിൽ പെരുത്ത് ശൗഖ് തന്നിടേണേ. കൺകുളിർമായേറ്റും മക്കൾക്കും കുടുംബം വേണേ. മനസ്സ് ശാന്തിയേറ്റിയെന്നും റാഹത്താക്കിടേണേ. രാപ്പകൽ ബേജാറതാണ് രക്ഷതാപുരാനേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തിലും മുത്തായ മുത്ത് മുസ്തഫ നൂറാലേ. മുത്തരാം ശുഹദാ ബദർ അവരാലെ കാവൽ വേണേ. മന്നനാം കുത്തുബീങ്ങൾക്കെല്ലാം ഔസ് മുഹിയദ്ദീനിനാൽ മന്നവായെല്ലാ ബലാവും കാക്ക് നീ അളീമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നിൻ മുഖറബാം മഹാമഹിതാക്കളാൽ തുണയ്ക്ക് നിൻറിളാ ചോരിത്ത് പാപി എന്നെ റബ്ബേ കാക്ക്. മൗത്തിലും തുണ ഖബറിലും നിൻ കരുണയാക്കി മാലികേ. നിന്നോട് തേടി ഞാൻ കരഞ്ഞു പാടി റഹീമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാ നീ ഞങ്ങൾക്ക് നൽകിടേണേ നിൻ കാരുണ്യം. അതിനായി ഞാൻ തേടുന്നു തേട്ടം കേൾക്കേണേ റഹ്മാനേ. വേദനകളേറെയുണ്ട് ജസദിലും പിന്നെ ഖൽബിലും. ശിഫ തേടി അലയുന്നുണ്ട് പാപികൾ ഞങ്ങൾ പെരിയോനേ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. കണ്ണേറ് കൊണ്ട് വലയുന്നുണ്ടല്ലോ ഞങ്ങള്. സിഹ്റാലെ പെരുത്തുണ്ട് രോഗികൾ പലരും ദുനിയാവിൽ. തകരുന്ന ജീവിതങ്ങൾ എത്രയോ കണ്ടു സുബ്ഹാനേ. കരുണാ കടാക്ഷം നീ നൽകിടേണേ നിൻ ഓശാരം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ജോലിയും കൂലിയും തേടി തേടി അലയുന്നോർ. വീടില്ല കൂടില്ല ദുരിതം പേറി കഴിയുന്നോർ. ജോലിയും കൂലിയും തേടി തേടി അലയുന്നോർ. വീടില്ല
ജീവിതം പേറിക്കഴിയുന്നോ ജോലിയുള്ളോർ കാണേൽ ഏറെയേറെ പ്രയാസങ്ങൾ എല്ലാം അറിയുന്ന അല്ലാ നീ ഞങ്ങളെ കാക്കേണേ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ക്യാൻസറും ട്യൂമറും പോലെയുണ്ടേറെ രോഗങ്ങൾ കണ്ണിൽ കാണാത്തതും വേറെയും പല രോഗങ്ങൾ ഇർബദ് മീഡിയാമ ജിലിസിൽ വന്നോർക്കെല്ലാം ഇറയോനെ നിന്റെ കരുണ ഞങ്ങൾക്ക് നൽകണേ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം അല്ലാ നീ ഞങ്ങൾക്ക് നൽകിടേണേ നിൻ കാരുണ്യം അതിനായി ഞാൻ തേടുന്നു തേട്ടം കേൾക്കേണേ റഹ്മാനേ വേദനകളേറെയുണ്ട് ജസദിലും പിന്നെ ഖൽബിലും ശിഫ തേടി അലയുന്നുണ്ട് പാപികൾ ഞങ്ങൾ പെരിയോനേ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ആലമാകെ അമൈത അഹദിൻ പേരിനാൽ ബിസ്മില്ലാ ആദി റബ്ബിന്നേറെ ഹുബ്ബാൽ ചേർത്ത് ഹംദല്ലില്ലാ അഹദിയത്തകമൗവൽ പൂത്ത നൂറിൻ സ്വലാത്തുല്ലാ അഹ്മദൻ നബി പൊരുളിലായി ചൊല്ലി സ്വലാമും അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അമരമാം ഉലകിൽ പതിയിൽ വെന്ത് നൂറായി തന്നെ അളമാം താനത്തിലെങ്കി ആദരിത്ത പൊന്നെ അഷ്റഫുർ മുസമ്മിൽ ത്വാഹ തിങ്കൾ ജാഹിനാലേ അഹദവായൻ തേട്ടമിൽ ഖബൂൽ ഇജാബവേണേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ആദരർ റസൂൽ അംബിയാക്കൾ സർവര തുണയാൽ ആഖിറം ജയിക്കുവാൻ എന്നിൽ കനി പൂരാനേ ആദിയിൽ ഓതിത്തൊളിയാം അഹ്മദുൻ നൂറോരേ ഏറ്റം മുഹിബ്ബാക്കളാൽ അസ്ഹാബ് തുണയാലേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദീനൊളി ഉദിത്ത് നിൽക്കാൻ ഇത്തരം ത്യജിച്ചേ ധീരരാം ശുഹദായരെ തുണയാൽ കനിഞ്ഞിടേണേ പുത്തുബുകൾ വഹലീ
മുറബ്ബിയാക്കളെ മദദാലേ മെയ് തവസ്സുൽ സ്വീകരിത്ത് എന്നിൽ കാനിയേണേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഖൽബകം വെളിച്ചമേകി സ്വസ്ഥമായി ഭാവിക്കാൻ നൂറ് വിലായത്ത് നൽകി യോരിനാൽ തുണയ്ക്ക് ആശകൾക്കറ്റം അതില്ല കോലമീ ദുനിയാവ് ക്ലേശമില്ല ഐഷ് മാത്രമാണ് എൻ മുറാദ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഒഴിയണം എന്നെ ഭരിക്കും ചിന്ത ശൈത്വാനിയ നിറയണം എന്നിൽ ശരിക്കും വെണ്മ ഇഹ്സാനിയ മാറണം ഖൽബിൻ്റെ രോഗം മേനി തന്ദീനങ്ങൾ ആഫിയത്താരോഗ്യമേറ്റി താരഹീമേ എന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് പേടിയാം കടങ്ങളിൽ നിൻ മുക്തി താരഹീമേ സൂഇനാൽ പേരുത്തതാൽ നീ ദില്ലതിൽ ചേർക്കല്ലേ വേദന പേരുത്ത രോഗം കാക്കണം ബാരീറേ കാതലാം ഈമാനെ പോക്കും ഹാല് കാത്തിടേണേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഇണതുണകളിൽ പെരുത്ത് ശൗഖ് തന്നിടേണേ കൺകുളിർമയേറ്റും മക്കൾക്കും കുടുംബം വേണേ മനസ്സ് ശാന്തിയേറ്റിയെന്നും റാഹത്താക്കിടേണേ രാപ്പകൽ ബേജാറതാണ് രക്ഷതാപുരാനേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തിലും മുത്തായ മുത്ത് മുസ്തഫ നൂറാലേ മുത്തരാം ശുഹദാ ബദർ അവരാലെ കാവൽ വേണേ മന്നനാം കുത്തുബീങ്ങൾക്കെല്ലാം ഔസ് മുഹിയദ്ദീനിനാൽ മന്നവായെല്ലാ ബലാവും കാക്ക് നീ അളീമേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് നിൻ മുഖറബാം മഹാമഹിതാക്കളാൽ തുണയ്ക്ക് നിൻറിലാ ചോരിത്ത് പാപി എന്നെ റബ്ബേ കാക്ക് മൗത്തിലും തുണ ഖബറിലും നിൻ കരുണയാക്കി മാലികേ നിന്നോട് തേടി ഞാൻ കരഞ്ഞു പാടി റഹീമേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ്
മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാ നീ ഞങ്ങൾക്ക് നൽകിടേണേ നിൻ കാരുണ്യം, അതിനായി ഞാൻ തേടുന്നു തേട്ടം കേൾക്കേണേ റഹ്മാനേ. വേദനകളേറെയുണ്ട് ജസദിലും പിന്നെ ഖൽബിലും, ശിഫ തേടി അലയുന്നുണ്ട് പാപികൾ ഞങ്ങൾ പെരിയോനേ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. കണ്ണേറ് കൊണ്ട് വലയുന്നുണ്ടല്ലോ ഞങ്ങള്, സിഹ്റാലെ പെരുത്തുണ്ട് രോഗികൾ പലരും ദുനിയാവിൽ. തകരുന്ന ജീവിതങ്ങൾ എത്രയോ കണ്ടു സുബ്ഹാനേ. കരുണാ കടാക്ഷം നീ നൽകിടേണേ നിൻ ഓശാരം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ജോലിയും കൂലിയും തേടി തേടി അലയുന്നോർ, വീടില്ല കൂടില്ല ദുരിതം പേറി കഴിയുന്നോർ. ജോലിയും കൂലിയും തേടി തേടി അലയുന്നോർ, വീടില്ല കൂടില്ല ദുരിതം പേറി കഴിയുന്നോർ. ജോലിയുള്ളോർ കാണേൽ ഏറെയേറെ പ്രയാസങ്ങൾ, എല്ലാം അറിയുന്ന അല്ലാ നീ ഞങ്ങളെ കാക്കേണേ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ക്യാൻസറും ട്യൂമറും പോലെയുണ്ടേറെ രോഗങ്ങൾ, കണ്ണിൽ കാണാത്തതും വേറെയും പല രോഗങ്ങൾ. 20 മീഡിയാമ ജിലിസിൽ വന്നോർക്കെല്ലാം ഇറയോനെ നിന്റെ കരുണ ഞങ്ങൾക്ക് നൽകണേ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാ നീ ഞങ്ങൾക്ക് നൽകിടേണേ നിൻ കാരുണ്യം, അതിനായി ഞാൻ തേടുന്നു തേട്ടം കേൾക്കേണേ റഹ്മാനേ. വേദനകളേറെയുണ്ട് ജസദിലും പിന്നെ ഖൽബിലും, ശിഫ തേടി അലയുന്നുണ്ട് പാപികൾ ഞങ്ങൾ പെരിയോനേ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്.
الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറ്റവും ബഹുമാനം നിറഞ്ഞ എൻ്റെ ഉമ്മപെങ്ങന്മാർ, ചെറുപ്പക്കാരികൾ, എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ കൂട്ടുകാർ, ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസുകളും അമലുകളൊക്കെ കാണുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിൻ്റെ കാരുണ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നീറുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് തന്ന് അല്ലാഹു നമ്മെ വലിയ വിജയത്തിലെത്തിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസങ്ങളിൽ അനുഭവിക്കുന്നവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും തീർത്ത് തന്ന് വലിയ സന്തോഷമുള്ളൊരു ജീവിതം ഖാലിഖായ റബ്ബ് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഇന്ന് ഏതാണ് ദിവസമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലെ ബറാഅത്ത് രാവിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഈ സമയത്തിന് വല്ലാത്ത ഒരു പവിത്രതയുണ്ട്, ഈ സമയത്തിന് വല്ലാത്ത ഒരു പ്രത്യേകതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമയമാണ് ഈ സമയം. ഈ സമയം നമ്മൾ എല്ലാവർക്കും അറിയാം. 3 യാസീനൊക്കെ ഓതി നമ്മൾ വല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കേണ്ട സമയം. തസ്ബീഹുകളും ദിക്റുകളും ഔറാദുകളുമായിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ പൊട്ടിക്കരയേണ്ട ഒരു സമയമാണ് മുഅ്മിനീങ്ങളെ. അള്ളാഹു നമ്മളെയൊക്കെ ഏറ്റെടുത്ത് വലിയ സന്തോഷത്തിലും റാഹത്തിലും സമാധാനത്തിലുമാക്കി തരട്ടെ. നമ്മുടെ നീറുന്ന പ്രയാസങ്ങളൊക്കെ റബ്ബ് തീർത്ത് വലിയ സന്തോഷം നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. ജോലിയില്ലാത്ത ആളുകളുണ്ട്, അല്ലാഹു നല്ല ഖൈറായ ജോലി നൽകട്ടെ. മക്കളില്ലാത്തവരുണ്ട്, അല്ലാഹു നല്ല ഖൈറായ മക്കളെ നൽകട്ടെ. അങ്ങനെ ഒരുപാട് നിരന്തരം ഓരോ ബേജാറും വിഷമം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ. നീറുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തന്ന് നല്ല റാഹത്തുള്ള ഒരു ജീവിതം അല്ലാഹു നമുക്ക് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് ബറാഅത്ത് രാവാണ്, നാളെ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്ന ദിവസമാണ്. ഈ ബറാഅത്ത് രാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ബറാഅത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില അമലുകളുണ്ട്. എല്ലാവർക്കും അറിയാം, നമ്മൾ 3 യാസീൻ ഓതുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ദിക്റുകൾ ചൊല്ലുന്ന സമയമാണ്. അല്ലാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ.
ഇന്നത്തെ 3 യാസീൻ എന്തിനാണ്? നമ്മളൊക്കെ പഠിച്ചതാണ്, നമ്മളൊക്കെ കേട്ടവരാണ്. ഇന്ന് നമ്മൾ ഓതുന്ന 3 യാസീന് എന്തിനാണ്? ആ 3 യാസീന്, ഒന്നാമത്തെ യാസീൻ നമ്മുടെ ആയുസ് വർദ്ധിക്കാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ യാസീന് നമ്മൾ ഓതാൻ പോകുന്നത് നമ്മുടെ ആയുസ് വർദ്ധിക്കാനാണ്. മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ഇപ്പോൾ ഒരുമിച്ച് യാസീൻ ഓതാൻ പോവുകയാണ്. എന്താണ് ഇന്നത്തെ യാസീനിന്റെ പ്രത്യേകത? നമ്മൾ 3 യാസീൻ ഓതുന്നു. ഒന്നാമതായിട്ട് പെട്ടെന്നുള്ള അപകട മരണത്തെ തൊട്ട് നമ്മൾ കാവല് വേണം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മക്കളെ യതീമാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും കൂടിയിരുന്ന് 3 യാസീൻ ഓതാൻ പോവുകയാണ്. മറ്റ് ദിക്റുകളും ഔറാദുകളും നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹു നമ്മളെ ഏറ്റെടുക്കുമാറാകട്ടെ. ആയുസ്സിൽ അള്ളാഹു ബർക്കത്ത് നൽകണം. വെറുതെ അങ്ങ് ഒരുപാട് കാലം ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാകണം, റബ്ബിൻ്റെ അനുഗ്രഹത്തിലാകണം എൻ്റെയും നിങ്ങളുടെയും ജീവിതം. ആ രീതിയിലുള്ള ഈമാനും ഇഖ്ലാസുമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഒരുപാട് ആയുസ് കിട്ടിയതുകൊണ്ട് കാര്യമില്ലല്ലോ. എത്രയോ ആളുകളാണ് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. 60, 70, 80 വയസ്സായി, പക്ഷെ ജീവിതത്തിൽ ആയുസ്സുണ്ട്, പക്ഷേ അതിൽ അല്ലാഹു ബർക്കത്ത് നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ആയുസ് നമുക്ക് വേണ്ട ഉമ്മ. അങ്ങനെയുള്ള ആയുസ് മുഅ്മിനീങ്ങളെ നമുക്ക് വേണ്ട. നമുക്ക് ആയുസ് വേണം. എങ്ങനെയുള്ള ആയുസാ നമുക്ക് വേണ്ടത്? അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ടുള്ള ആയുസ് നമുക്ക് വേണം. അങ്ങനെ ഒരു ആയുസ് കിട്ടിയിട്ടേ നമുക്ക് കാര്യമുള്ളൂ. അല്ലാഹു നമുക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലുള്ള എല്ലാവരും രോഗികളുടെയും രോഗം അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, രോഗമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ വല്ലാത്ത അനുഗ്രഹമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് രോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രോഗത്തിൽ കിടന്ന് മുങ്ങിക്കുളിക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രഷർ, പ്രമേയം, ഷുഗർ, അങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങൾ. കിഡ്നി ഫെയിൽഡായി പോകുന്നു, മജ്ജ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നടക്കുന്നു. അങ്ങനെ എവിടെ നോക്കിയാലും രോഗികളാണ്, എവിടെ നോക്കിയാലും പ്രയാസപ്പെടുന്നവരാണ്. അള്ളാഹുവിൻ്റെ ഖളായിൽ നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാകണം. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുള്ള ആയുസ് റബ്ബ് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുള്ള ആയുസ്സാണ് നമുക്ക് വേണ്ടത്, അല്ലേ? ആയുസ്സിൻ്റെ വർധനവിന് വേണ്ടി ഞാനും നിങ്ങളും ഇന്ന് യാസീൻ ഓതാൻ പോവുകയാണ്. ആത്മാർത്ഥമായിട്ട് ഓതണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഇന്ന് ഹറാമിലും തിന്മയിലും നടക്കുമ്പോൾ ഞാനും നിങ്ങളും ഖാലിഖായ റബ്ബിൻ്റെ മുന്നിൽ ഇങ്ങനെ യാസീനൊക്കെ ഓതി റബ്ബിനോട് ചോദിക്കുമ്പോൾ റബ്ബ് ഒരിക്കലും അത് തട്ടിക്കളയൂല. മുഅ്മിനീങ്ങളെ, പല ആളുകളും പല വിധേന ഹറാമിലും ഇങ്ങനെ മുങ്ങിക്കുളിച്ച് നടക്കുന്ന സമയം, അങ്ങാടിയിലൂടെ തേരാപാര നടക്കുന്ന സമയം, നമ്മളിങ്ങനെ ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് തട്ടിക്കളയൂല. ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ കാണുന്ന അമലുകൾ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, ദിക്റുകൾ, ഔറാദുകൾ, ഖുർആനുകൾ, അള്ളാഹു അത് ഒരിക്കലും തട്ടിക്കളയുകയില്ല. മുഅ്മിനീങ്ങളെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ യാസീൻ ഓതാൻ പോവുകയാണ്. നമ്മുടെയൊക്കെ ആയുസ് വർദ്ധിക്കാൻ വേണ്ടി, നമ്മുടെ മക്കളുടെ ആയുസ് വർദ്ധിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അഹ്ലുകാർ എല്ലാവരുടെയും ആയുസ്സിൻ്റെ വർധനവിന് വേണ്ടി നമ്മൾ ഓതണം. ഇതിന് പങ്കെടുക്കാൻ കഴിയാത്ത, വിഷമിച്ചിരിക്കുന്ന ആളുകൾ, ഓതാനും ഒന്നും കഴിയാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾ വിഷമിക്കണ്ട. അള്ളാഹു നിങ്ങളെ സങ്കടം കാണും. പീരീഡ്സ് ഉള്ള ആളുകളാണെങ്കിൽ സ്ത്രീകൾക്ക് വലിയ വേദനയായിരിക്കും. പടച്ച റബ്ബേ, ഇത്ര നല്ലൊരു
രാവ് വന്നിട്ട് ഇബാദത്തെടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടം നിങ്ങൾ സങ്കടപ്പെടണ്ട. നിങ്ങൾ മനഃപൂർവ്വമല്ലല്ലോ, നിങ്ങളിത് കേട്ടിരുന്നാൽ തന്നെ അള്ളാഹു വലിയ ഫലം തരും. നിങ്ങളിതെങ്ങനെ ഓണാക്കി കേട്ടിരുന്നാൽ മതി. അള്ളാഹു നിങ്ങളെ കാണും, അള്ളാഹു നിങ്ങളെ അറിയും, അള്ളാഹു നിങ്ങളെ സ്വീകരിക്കും. ഒരു സംശയവും അതിലില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. ആദ്യം നമുക്ക് മഹാന്മാരുടെ പേരിലൊരു ഫാത്തിഹ ഓതിയതിനു ശേഷം നമുക്ക് നമ്മുടെ ആയുസ്സിന്റെ വർധനവിന് വേണ്ടിയുള്ള യാസീൻ ഓതാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാ ഹളറത്തി റൂഹി നബിയിനാ വശഫീനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറത്തി സുലൈമാൻ നബി അലൈഹിസ്സലാം വഇലാ ഹളറത്തി ഖുദർ നബി അലൈഹിസ്സലാം വഇലാ ഹളറത്തി ഖുത്ബുൽ അഖ്താബ് الشيخ محي الدين عبد القادر الجيلاني وإلى حضرة الشاه الأميد الناغوري وإلى حضرة يا قطب السلطان سيد الشهيد يرواد إبراهيم باتش الأربدين وإلى حضرة سيد مدني الأولالمي وإلى حضرة قطب الزمان سيد علوي المنفرمي وإلى حضرة عمر قاضي بلنغوتي وإلى حضرة زين الدين المخبري البناني وإلى حضرة പുത്തമ്പള്ളി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ وإلى حضرة سيم ولي الله المدبوري وإلى حضرة നെച്ചിക്കാട്ട് ഔലിയുപ്പ وإلى حضرة പുതിയങ്ങാടി ആഹൂതങ്ങളുപ്പ وإلى حضرة പന്തല്ലൂർ ഫഖീർ ഷാ വലിയുല്ലാഹ് وإلى حضرة ഗൂഡല്ലൂർ ഫഖീർ ഷാ വലിയുല്ലാഹ് وإلى حضرة മായംകുളം ഫഖീർ ഷാ വലിയുല്ലാഹ് وإلى حضرة വാൽനോക്ക് ഖദീജത്തുൽ ഖുബ്ര ഉമ്മ وإلى حضرة سيدة الرابية ഉമ്മ وإلى حضرة يروادي أركاس ഉമ്മ وإلى حضرة يروادي بلقيس ഉമ്മ وإلى حضرة يروادي سمية بيبي وإلى حضرة يرواد سليخا بيبي وإلى حضرة يرواد فاطمة بيبي وإلى حضرة يرواد عائشة بيبي وإلى حضرة يرواد عراق راني نور جهان بيبي وإلى حضرة يرواد شمس الدين قمر الدين نور الدين قدس الله سره العزيز وإلى حضرة يرواد കാട്ടിൽ പള്ളിയിൽ അമീർ അബ്ബാസ് മന്ത്രി وإلى حضرة يرواد കാട്ടിൽ പള്ളിയിൽ യൂസുഫ് ഡോക്ടർ وإلى حضرة يرواد കാട്ടിൽ പള്ളിയിൽ ഹക്കീം ഡോക്ടർ وإلى حضرة يرواد കീഴക്കര شيخ صدقة الله الكاهرين قدس الله سره العزيز وإلى حضرة سائر أولياء الله تعالى من مشارق الأرض إلى مغاربها صغيرا وكبيرا ذكرا وأنثى جنا وإنسا كلهم أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ
ഞങ്ങൾ വിളിച്ച മഹാന്മാരെ ഹളറത്തിലേക്ക് ഞങ്ങൾ ഓതിയ ഫാത്തിഹ സൂറത്ത് എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. ലോകത്തിന്റെ കാരുണ്യവാനായ പ്രവാചകർ മുത്തൊളി ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ മുത്തായ നബി തങ്ങൾ മുതൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, സ്വാലിഹീങ്ങൾ, ആബിദീങ്ങൾ എല്ലാവരുടെയും ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിലാക്കി തരണേ നിന്റെ പൊരുത്തത്തിലാക്കി തരണേ നിന്റെ പൊരുത്തത്തിലാക്കി തരണേ ഒരുപാട് വേദനകൾ പറയുന്നവരുണ്ടല്ലോ, ഒരുപാട് സങ്കടം പറയുന്ന ആളുകളുണ്ടല്ലോ, ഒരുപാട് വിഷമിക്കുന്ന ആളുകളുണ്ടല്ലോ. എല്ലാവരുടെയും വിഷമങ്ങൾ തീർത്തു കൊടുക്കല്ല, എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർത്തു കൊടുത്ത് നല്ല റാഹത്തും സന്തോഷവും നൽകണേ അല്ലാ. ബറാഅത്ത് രാവായ ഈ ദിവസത്തെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ദിവസത്തിൽ ഒരുപാട് ആളുകൾക്ക് നന്മകൾ കൊടുക്കുമ്പോ പാവപ്പെട്ട 20 മീഡിയ യൂട്യൂബ് ചാനലിലൂടെ റബ്ബേ നിന്റെ മജ്ലിസിൽ പങ്കെടുത്ത് നിന്റെ പേരുകളും നിന്റെ മഹാന്മാരെയും പ്രകീർത്തനം പറഞ്ഞ് അല്ലാഹുവേ ആയുസ്സിനു വേണ്ടി ഒരു യാസീൻ ഓതാ നിൽക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ യാസീൻ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ആരെയും നീ വെറുതെയാക്കല്ല റഹ്മാനേ, വെറുതെയാക്കല്ല അല്ലാ, വെറുതെയാക്കല്ല അല്ലാ. അല്ലാഹു നമ്മളെ ഏറ്റെടുക്കുമാറാകട്ടെ. അപ്പം നമുക്കൊരു യാസീൻ ഓതാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും നല്ല നിയ്യത്തോടുകൂടി എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി യാസീൻ ഓതാ. ഈ യാസീൻ നമ്മൾ എന്തിനാണ് ഓതുന്നത്? നമുക്ക് അള്ളാഹു ആയുസ് നൽകാൻ വേണ്ടിയാണ്. നൽകിയ ആയുസ്സിൽ അള്ളാഹു ബർക്കത്ത് നൽകാൻ വേണ്ടി നമ്മളൊരു യാസീൻ ഓതാൻ പോവുകയാണ്. യാസീൻ സ്ക്രീനിൽ കാണിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ കയ്യിൽ ഖുർആൻ എടുത്തോളൂ, മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈൽ എടുത്ത് പിടിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അത് നോക്കിയിട്ട് ഓതാൻ പറ്റുന്നവർ അത് നോക്കി ഓതാ, അല്ലാത്തവർ കാണാതെ അറിയുന്നവർ കാണാതെ ഓതാ, എൻ്റെ കൂടെ ഓതുന്നവർ എൻ്റെ കൂടെ ഓതാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഅലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഊൻ وجعلنا من بين أيديهم سدا ومن خلفهم سدا وأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وغشي الرحمن بالغيب فبشروا بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناهم في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين
قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة من يردنا الرحمن بالضر لا تعني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قوم من بعد من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا مخلرون وآية لهم الأرض الميتة وأحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب فجرنا فيها من العيون ليأكلوا من ثمره وما عملت أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عدق الأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل السابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلق المشحون وخلقنا لهم من مثلهم ما يركبون وإن نشأ نؤركهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم انفقوا مما رزقكم الله قال الذين كفروا للذين آمنوا ونطعم من لو يشاء الله وطعم إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يقصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مركزنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا مخلرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين
وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على عينهم واستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمر نقص في خلقه فلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوب ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند مخلرون فلا يغزون قولا منا نعلم ما يسرون وما يعلنون أولم يروا الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحيي الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده الملكوت كل شيء وإليه ترجعون അല്ലാഹു നമ്മുടെ ആയുസ്സിലൊക്കെ വലിയ ബർക്കത്ത് നൽകട്ടെ. ഖാലിഖായ റബ്ബേ, ഞങ്ങൾ ഓതിയ യാസീൻ സൂറത്ത് പടച്ച റബ്ബേ ഞങ്ങളെ ആയുസ് വർദ്ധിക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവേ, ഞങ്ങളെ ആയുസിന്റെ വർധനവ് വേണ്ടി, ആയുസ്സിൽ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഓതിയ യാസീൻ നീ സ്വീകരിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഈ യാസീനിന്റെ ബർക്കത്ത് കൊണ്ടല്ലാ നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ ഓതിയ യാസീൻ ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, അല്ലാഹുവേ ഇതിന്റെ കൂടെ ഓതിയ എല്ലാവർക്കും ആയുസ്സിൽ വലിയ വർധനവ് നൽകണേ അല്ലാ. ആയുസ് വർദ്ധിക്കാൻ ഈ യാസീൻ ഒരു കാരണമാക്കി തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ആയുസിന്റെ വർധനവിന് വേണ്ടിയാണ് നമ്മളിപ്പോ ഓതിയത്. ഇനി നമുക്ക് ഓതേണ്ട യാസീൻ എന്തിനാ? പറയൂ, എന്തിനാണ് ഇനി നമുക്ക് ഓതേണ്ട യാസീൻ? എന്തിനാണ്? രണ്ടാമത്തെ യാസീന് നമ്മുടെ ഭക്ഷണത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി, റിസ്ക് വർദ്ധിക്കാൻ വേണ്ടി. ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കുന്നില്ലേ? ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നില്ലേ? നമ്മുടെ കൂട്ടത്തിലൊക്കെ അത്തരം ആളുകളില്ലേ മുഅ്മിനീങ്ങളെ? അല്ലാഹു അത്തരക്കാരെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോ നമ്മുടെ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാവാൻ, നമുക്ക് റിസ്ക് വർദ്ധിക്കാൻ, നമ്മളെ മഈശത്ത് കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് അനുയോജ്യമായ ഖൈർ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോ ആയുസിന്റെ വർധനവിന് വേണ്ടിയുള്ള യാസീന് കഴിഞ്ഞു. രണ്ടാമത്തെ യാസീൻ നമ്മൾ ഓതാൻ പോകുന്നത് നമ്മുടെ ഭക്ഷണത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടിയാണ്. ഭക്ഷണം വിശാലതയുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ യാസീൻ ഓതാൻ പോകുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഏറ്റെടുക്കുമാറാകട്ടെ മുഅ്മിനീങ്ങളെ. അല്ലാഹു നമ്മളൊക്കെ എല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ രണ്ടാമത്തെ യാസീൻ ഓതാൻ പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمعون وجعلنا من بين أيديهم سدا ومن خلفهم سدا وأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وغشي الرحمن بالغيب فبشروا بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثل أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون لا أتخذ من دونه آلهة من يردنا الرحمن بالضر لا تعني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قوم من بعد من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا مخلرون وآية لهم الأرض الميتة وأحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب فجرنا فيها من العيون ليأكلوا من ثمره وما عملت أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل السابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثلهم ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين
وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا ونطعم من لو يشاء الله أطعم إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يقسمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مركزنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا مخلرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على عينهم واستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن يعمر نقص في خلقه فلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوب ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند مخلرون فلا يغزون قولا منا نعلم ما يسرون وما يعلنون أولم يروا الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحيي الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده الملكوت كل شيء وإليه ترجعون ഈ ഒരു യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ ഭക്ഷണത്തിൽ അല്ലാഹു വിശാലത നൽകട്ടെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നു, ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, അത്തരം ആളുകളെ മുസീബത്തുകളെ തൊട്ടൊക്കെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. എല്ലാവർക്കും നിന്റെ ഭക്ഷണം റിസ്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല റഹ്മാനെ. ഞങ്ങളൊക്കെ റബ്ബെ മരിക്കുന്ന കാലം അത്രയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ റബ്ബെ കഴിക്കാനും വേണ്ടിയോളം അതിനുകരുവോളം ജീവിതത്തിൽ സന്തോഷിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ.
മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ഓതാനുള്ളത് മൂന്നാമത്തെ യാസീനാണ്. ഇനി നമ്മൾ ഓതുന്നത് മൂന്നാമത്തെ യാസീനാണ്. എന്തിനാണ് മൂന്നാമത്തെ യാസീന്? സുബ്ഹാനല്ലാഹ്, നമ്മളെ കൂട്ടത്തിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയില്ലേ? നമ്മുടെ ഉമ്മ, ഉപ്പ, ജ്യേഷ്ഠൻ, അനുജന്മാർ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബർ ജീവിതത്തിലേക്ക് എത്തിക്കാനും നമുക്ക് നല്ല ഒരു ഖൈറായ മരണം കിട്ടാനും കാമിലായ ഈമാനോടുകൂടി മരണപ്പെടാൻ അല്ലാഹു നമുക്ക് തന്ന ഈമാൻ, മരണം വരെ അത് അടിയുറച്ചതിൽ തന്നെ നിന്നിട്ട് ഈമാനോടുകൂടി മൗത്താകണം. അല്ലാഹു അതിന് പറ്റുന്ന വിധത്തിൽ നമ്മളെ ജീവിതത്തിലെ അന്ത്യമാക്കി തീർക്കട്ടെ. എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും കോലത്തിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ മരണപ്പെടാൻ പാടില്ല. അങ്ങനെ നമ്മൾ മരണപ്പെടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? നമ്മുടെ ആരോഗ്യമാണ്. അത് എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും വിധത്തിലോ കോലത്തിലോ നഷ്ടപ്പെടാൻ പാടില്ല. അല്ലാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ ഖബറിലേക്ക് അല്ലാഹു ഈ മജ്ലിസിനെ എത്തിച്ചു കൊടുക്കട്ടെ, ഈ യാസീനെ എത്തിച്ചു കൊടുക്കട്ടെ. ഇനി നമ്മൾ ഓതാൻ പോകുന്ന മൂന്നാമത്തെ യാസീൻ ഉണ്ടല്ലോ, ആ മൂന്നാമത്തെ യാസീൻ നമ്മൾ ഓതുന്നതോടുകൂടി അല്ലാഹു നമുക്ക് കാമിലായ ഈമാൻ നൽകണം. പരിപൂർണമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിയിട്ട് വേണം നമുക്ക് മരിക്കാൻ. അല്ലാഹു അത്തരം മരണത്തിന്റെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാ ആളുകളുടെയും ഖബർ ജീവിതം അല്ലാഹു നന്നാക്കട്ടെ. സന്തോഷത്തിലും റാഹത്തിലും സമാധാനത്തിലുമാക്കട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? നമുക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? അത് നമ്മുടെ ആരോഗ്യമാണ്. അത് നഷ്ടപ്പെടുത്തിക്കൂടാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. അപ്പൊ മൂന്നാമത്തെ യാസീന് നമ്മുടെ ആയുസിന്റെ വർധനവിന് വേണ്ടിയാണ്. അപ്പൊ എങ്ങനെ ഓതല്ലേ? ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം أعلالا فهي إلى الأذقان فهم مقمعون وجعلنا من بين أيديهم سدا ومن خلفهم سدا وأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وغشي الرحمن بالغيب فبشروا بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثل أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين
قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة من يردنا الرحمن بالضر لا تعني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قوم من بعد من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا مخلرون وآية لهم الأرض الميتة وأحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب فجرنا فيها من العيون ليأكلوا من ثمره وما عملت أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل السابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثلهم ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا ونطعم من لو يشاء الله وطعم إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يقسمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مركزنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا مخلرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعرض إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين
وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على عينهم واستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمر نقص في خلقه فلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبوا ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند مخلرون فلا يغزون قولا منا نعلم ما يسرون وما يعلنون أولم يروا الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحيي الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده الملكوت كل شيء وإليه ترجعون അല്ലാഹുവേ ഞങ്ങളോദിയ യാസീൻ നീ സ്വീകരിക്കണം റഹ്മാനേ അല്ലാ ഞങ്ങളോദിയ യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ ആയുസ് വർദ്ധിപ്പിക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളെ ആയുസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാലത നൽകണേ അല്ലാ മൂന്നാമത്തെ യാസീൻ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണം റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളെ അന്ത്യം നന്നാക്കണേ അല്ലാ ഞങ്ങളെ അന്ത്യം നന്നാക്കണേ അല്ലാ ഞങ്ങളെ അന്ത്യം നീ നന്നാക്കി തരണേ അല്ലാ അല്ലാഹുവേ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും വിധത്തിലും കോലത്തിലും ഞങ്ങളെ മരണത്തെ എത്തിക്കല്ല റഹ്മാനേ എങ്ങനെയെങ്കിലും ഞങ്ങളെ മരണത്തെ എത്തിക്കല്ലേ അല്ലാ മരിക്കുന്ന സമയം കാമിലായ ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാ അല്ലാഹുവേ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും കോലത്തിൽ ഞങ്ങളെ മരിപ്പിക്കല്ല റഹ്മാനേ മരിക്കുന്ന സമയം കാമിലായ ഈമാനോടുകൂടി മൗത്താക്കണേ അല്ലാ കാമിലായ ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാ രോഗങ്ങൾ തരല്ലേ അല്ലാ പ്രയാസങ്ങൾ തരല്ലേ അല്ലാ മാറാവ്യാധികൾ തരല്ലേ അല്ലാ ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർക്കണേ അല്ലാ ദിക്റുകളൊക്കെ കൂടെ ചൊല്ലി എല്ലാവരെയും നീ അനുഗ്രഹിക്കണം റഹ്മാനേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ അനുഗ്രഹിക്കണേ അല്ലാ മുഅ്മിനീങ്ങളെ ഇനി നമുക്ക് ചൊല്ലാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊക്കെ ചൊല്ലുന്നതാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ് എന്നുള്ള ദിക്ർ 100 തവണ നമ്മൾ ചൊല്ലാൻ പോവുകയാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ് എന്നുള്ള ദിക്ർ നമ്മൾ ചൊല്ലാൻ പോവുകയാണ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാ ഉമ്മമാരും തസ്ബീഹ് എടുത്ത് കയ്യിൽ പിടിച്ചോ എണ്ണം പിടിച്ചോ 100 പ്രാവശ്യം നമ്മൾ ചൊല്ലാൻ പോവുകയാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ് 100 തവണയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്
بسم الله الرحمن الرحيم يا حي يا قيوم برحمتك نستعيذ 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 يا حي يا قيوم برحمتك نستعيذ
يا حي يا قيوم برحمتك نستغيث 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 അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ നീ ഏറ്റെടുക്കണം അല്ലാഹ് നീ ഏറ്റെടുക്കണം റഹ്മാനേ നീ ഏറ്റെടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ദിക്റിനെ നീ ഏറ്റെടുക്കണം റഹ്മാനേ ഇതിന്റെ കാരണത്താൽ ഞങ്ങളെ ബറാഅത്ത് രാവ് ഏറ്റെടുത്തവരെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ ബറാഅത്ത് രാവിന്റെ പോരിശ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ശഅബാൻ മാസത്തിന്റെ പവിത്രത ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഈ കമന്റിലൂടെ രോഗങ്ങൾ പറയുന്ന ആളുകളുണ്ടല്ലോ അവരുടെ രോഗങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഈ കമന്റിലൂടെ ജോലിയില്ലാത്ത വിഷമം പറയുന്നവരുണ്ട് അല്ലാഹ് ഇതിലൂടെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ റഹ്മാനേ അവരുടെ സങ്കടങ്ങളൊക്കെ തീർക്കണേ അല്ലാഹ് അവരെ വേദനകളൊക്കെ തീർക്കണേ അല്ലാഹ് അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ലാ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കല്ലാ അല്ലാഹുവേ ജോലിയിൽ ബറക്കത്തില്ലാത്തവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ ഖൈറായ ശമ്പളം കൊടുക്കണേ അല്ലാ അല്ലാഹുവേ സിഹർ ബാധിച്ച് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ജീവിതത്തിൽ പൈശാചിക ബുദ്ധിമുട്ട് കാരണം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അവരുടെ പ്രയാസങ്ങൾ തീർക്കണേ അല്ലാ അവരെ വിഷമങ്ങൾ തീർക്കണേ അല്ലാ അവരെ വിഷമങ്ങൾ തീർക്കണേ അല്ലാ അല്ലാഹുവേ സാധുക്കളാണ് ദോഷികളാണ് അവസാന കാലഘട്ടത്തിലെ ചണ്ടിച്ചവറുകളാണ് റഹ്മാനേ അല്ലാ എല്ലാ നിലക്കും ഞങ്ങൾക്ക് സന്തോഷം നൽകണേ എല്ലാ നിലക്കും ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ സന്തോഷം നൽകണേ അല്ലാ അല്ലാഹുവേ കണ്ണേറ് ബാത്തിലാക്കണം റഹ്മാനേ കണ്ണേറ് ബാത്തിലാക്കണം അല്ലാ കല്യാണ പ്രായമെത്തിയിട്ട് കല്യാണം ശരിയാകാത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ അവരെ കല്യാണം ശരിയാക്കി കൊടുക്കണേ അല്ലാ കല്യാണത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെയുണ്ടോ നാട്ടുകാരുടെ ശർറാണോ പിശാചിന്റെ ശല്യമാണോ എല്ലാ തടസ്സങ്ങളും നീക്കി നല്ല അനുയോജ്യമായ ഇണകളെ കൊടുക്കല്ലാ അല്ലാഹുവേ ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ മജ്ലിസുകളൊക്കെ കാണുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർക്കണേ അല്ലാ വിഷമങ്ങൾ തീർക്കണേ അല്ലാ അല്ലാഹുവേ ഒരുപാട് കടങ്ങളുണ്ടല്ലാ ഒരുപാട് കടങ്ങളുണ്ടല്ലാ എല്ലാ കടങ്ങളും വീട്ടിത്തരണം റഹ്മാനേ
എല്ലാ കടങ്ങളും വീട്ടിത്തരണമല്ലോ. റാഹത്ത് തരണേ റഹ്മാനേ. ഞങ്ങളെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഒരുപാട് മല പോലെ കടങ്ങളുണ്ടല്ലാ, മഞ്ഞുപോലെ ഉരുകിപ്പോകും. ആ വിധത്തിലുള്ള എല്ലാ റഹ്മത്തും തരണേ അല്ലാ. അല്ലാഹു ഞങ്ങളെ ഉറ്റവര്, ഉടയവര്, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങള്, ജ്യേഷ്ഠനുജന്മാര്, ഉമ്മ പെങ്ങന്മാര്, ഭാര്യ ഭർത്താക്കന്മാര്, അല്ലാ എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളെ വിട്ടുപോയ ഒരുപാട് ആളുകൾ ഇന്ന് ആറടി മണ്ണിലാണ്. അവരെ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ അല്ലാ. മണിയറയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആദരവായ പ്രവാചകർ മുത്ത് ത്വഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിൽ ഒന്ന് ചെല്ലാൻ, സിയാറത്ത് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് 100 തവണ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്നുള്ള ദിക്ർ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് ചൊല്ലല്ലേ? അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ المولى ونعم النصير. حسبنا الله نعم الوكيل نعم 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 المولى ونعم النصير. حسبنا الله نعم الوكيل
الوكيل نعم المولى ونعم النصير حسبنا الله ونعم 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 الوكيل نعم المولى ونعم النصير അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മതി അല്ലാ, നീ മാത്രം മതി റബ്ബേ. ഞങ്ങളെ ഒന്ന് ഏറ്റെടുക്കണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ ഒന്ന് ഏറ്റെടുക്കണം അല്ലാ. അല്ലാഹു ഞങ്ങളെ ജീവിതം ഒന്ന് നന്നാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ തീർക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ ഒന്ന് ഏറ്റെടുക്കണം റഹ്മാനേ. അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ തീർക്കണേ അല്ലാ. അല്ലാഹുവേ ബറാഅത്ത് രാവിന്റെ ബർക്കത്ത് കൊണ്ടല്ലാ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനേ. ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാ. ഞങ്ങളെ ഏറ്റെടുക്കണേ തമ്പുരാനേ. അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിൽ സിഹർ ബാധിച്ചിട്ടുണ്ട് അല്ലാഹു. ഞങ്ങൾക്ക് ഒരുപാട് പൈശാചിക ബുദ്ധിമുട്ടുകളുണ്ടല്ലാ. ഈ ദിവസത്തിന്റെ ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അതൊക്കെ ബാത്തിലാക്കി തരണം തമ്പുരാനേ.
തമ്പുരാനെ അതൊക്കെ ബാത്തിലാക്കി തരണമല്ലാ, അതൊക്കെ ബാത്തിലാക്കി തരണേ അല്ലാ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു തന്ന് വലിയൊരു റാഹത്തും സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റിയതിൽ അള്ളാഹുവിനെ സ്തുതിച്ചാൽ മതിയാകൂല. അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് സ്വലാത്ത് ചെല്ലണം, ഒരു 100 സ്വലാത്ത് കൂടെ ചെല്ലണം ഇൻഷാ അല്ലാഹ്. സമയം ഒരുപാടായി. ഇൻഷാ അല്ലാഹ് ഈ 100 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله
آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم بسم الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അല്ലാഹുവേ ഈ ബറാത്ത് രാവിലെ ഈ ദിവസത്തിൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയ നീ സ്വീകരിക്കണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ വിഷമങ്ങളും തീർക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും സങ്കടത്തിലുമാണല്ലാ. ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു തരണേ റഹ്മാനേ. അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയണേ അല്ലാ. ഞങ്ങൾ ഓതിയ 3 യാസീൻ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ഞങ്ങൾ ചൊല്ലിയ തഹ്ലീൽ, എല്ലാ ദിക്റുകളും നീ സ്വീകരിക്കണം റഹ്മാനേ. എല്ലാ ദിക്റും സ്വീകരിച്ച് ഞങ്ങളിൽ നിന്നും ഖബൂലാക്കണേ അല്ലാ. ഹബീബായ തങ്ങൾ പൊരുത്തപ്പെടുന്ന മജ്ലിസാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളെ ആയുസ് വർദ്ധിപ്പിക്കണേ അല്ലാ. ആഫിയത്തോടുകൂടി ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹു ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാലത തരണേ അല്ലാ. അല്ലാഹു ഞങ്ങളെ റിസ്ക് ജോലിയിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. സാമ്പത്തികമായ തടസ്സങ്ങളൊക്കെ തീർത്തു തരണം റഹ്മാനേ. സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ തീർത്തു തരണേ അല്ലാ. അല്ലാഹു ഞങ്ങളെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. അദാബുകൾ ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കല്ലാ. അദാബുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കല്ലാ. സ്വർഗത്തിന്റെ കവാടം നീ തുറന്നു കൊടുക്കണേ അല്ലാ. നീ തുറന്നു കൊടുക്കണേ അല്ലാ. നീ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ സിഹർ ബാധിച്ചവരുണ്ടല്ലാ. സിഹർ ബാത്തിലാക്കണേ റഹ്മാനേ. സിഹർ ബാത്തിലാക്കണേ റഹ്മാനേ. സിഹർ ബാത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയവരെല്ലാവരും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ലാ. അല്ലാഹുവേ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കല്ലാ. അല്ലാഹുവേ ഒരുപാട് കടങ്ങളെ കൊണ്ട് പ്രയാസത്തിലാണ്, വീട്ടാനുള്ള മാർഗം തുറന്നു തരണേ റഹ്മാനേ. അല്ലാഹുവേ ഒരുപാട് പലിശയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്, എല്ലാത്തിൽ നിന്നും മോചനം നൽകണേ അല്ലാ. വീടില്ല അല്ലാ, വീട് വെക്കാനുള്ള സ്ഥലം, അനുയോജ്യമായ സ്ഥലം റെഡിയാക്കി തരണം റഹ്മാനേ. വീട് പണി നടക്കുന്ന ആളുകളുണ്ട്, എത്രയും പെട്ടെന്ന് വീട് പണി പൂർത്തിയാകാനുള്ള എല്ലാ സമ്പത്തും അവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. വീടുണ്ട് പക്ഷേ സ്വസ്ഥതയും സമാധാനവും ഇല്ലെന്ന് പറഞ്ഞ ആളുകൾ അല്ലാഹുവേ നല്ല റാഹത്തും സന്തോഷവും കൊടുക്കണേ റഹ്മാനേ. വലിയ സന്തോഷം റാഹത്തും കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാ. ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ മജ്ലിസൊക്കെ കാണുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണം റഹ്മാനേ. എല്ലാവർക്കും നല്ല റാഹത്തും സന്തോഷവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഇതുപോലെ എല്ലാ മജ്ലിസിലും പങ്കെടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. തൗഫീഖ് നൽകണേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. അല്ലാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ് ഞങ്ങളിൽ നിന്നും അനുഗ്രഹിക്കണേ അല്ലാ. റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഒരുപാട് ഇബാദത്ത് എടുക്കാനുള്ള ആരോഗ്യം തരണേ അല്ലാ.
മടി ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളെ ജീവിതം നശിപ്പിക്കല്ല റഹ്മാനെ. എല്ലാ ഖൈറും ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. ഖൈറിന്റെ കവാടം മലക്കെ തുറക്കണേ അല്ലാ. ശർറിന്റെ കവാടം അടക്കണേ അല്ലാ. ഒരു തെറ്റിലും ഞങ്ങളെ പെടുത്തല്ല റഹ്മാനെ. ഞങ്ങളെ നല്ല ആരോഗ്യം തരണേ അല്ലാ. ആഫിയത്ത് തരണേ അല്ലാ. രോഗം തരല്ലേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട് റഹ്മാനെ. കാലുവേദന, കൈവേദന, മുട്ടുവേദന, അങ്ങനെ പല വിധത്തിലുള്ള രോഗമുള്ളവരുണ്ടല്ലാ. എല്ലാവരുടെയും രോഗങ്ങൾ മാറ്റിക്കൊടുക്കല്ലാ. നല്ല സന്തോഷം നൽകണേ റഹ്മാനെ. നല്ല സന്തോഷം നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ മജ്ലിസൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു വിജയിച്ചവരെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ബറാഅത്ത് രാവിന്റെ സന്തോഷം അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ബറാഅത്ത് സന്തോഷം കൊണ്ട് കുളിർമയുള്ള ആളുകളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.